ഇടുക്കി, തലശ്ശേരി, താമരശ്ശേരി രൂപതകൾ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനിടെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത സാൻ ജോപുരം പള്ളിയിലാണ് ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. എബിൻ, എന്താണ് വിവരം? പറയൂ. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ എബിൻ, കേൾക്കുന്നില്ല. ഞാൻ എബിനിലേക്ക് വരാം ആ പ്രശ്നം പരിഹരിച്ച ശേഷം. നമുക്കറിയാം, ഈ ഇടുക്കിയും തലശ്ശേരി, താമരശ്ശേരി രൂപതകളാണ് വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. അതിനിടെയാണ് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി എറണാകുളം അങ്കമാലി അതിരൂപത പ്രദർശിപ്പിക്കാൻ പോകുന്നത്. സാൻ ജോപുരം പള്ളിയിൽ ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ചെറുപ്പക്കാർ തന്നെയാണ് അതിലെയും പ്രേക്ഷകർ എന്ന് മനസ്സിലാക്കുന്നു. എബിൻ ജോസ് വിവരങ്ങളുമായുണ്ട്. എബിൻ, ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുന്നു. ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് ചെറുപ്പക്കാർക്കിടയിൽ പ്രദർശിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് നേതൃത്വം വിശദീകരിക്കുന്നത്? ഗോപി, ദ കേരള സ്റ്റോറി വിവിധ രൂപതകൾ പ്രദർശിപ്പിച്ചു. അതിനെതിരെ ആരോപണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉയരുന്നു. ഈ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈപ്പിനിലുള്ള സാൻജോപുരത്തെ സെന്റ് ജോസഫ് പള്ളിയിൽ ഇന്ന് ബൈബിൾ ക്ലാസ്, വിദ്യാർത്ഥികളുടെ അവധിക്കാല ബൈബിൾ ക്ലാസ്സുകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മണിപ്പൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഇത് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയോ അങ്ങനെയൊന്നുമല്ല. ഈ മണിപ്പൂരിന് ഒരു ഘട്ടത്തിലും മറക്കരുത് എന്നാണ് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടുത്തെ സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി നിതിൻ പനവേലി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുണ്ടായിരുന്ന സാഹചര്യം നമുക്കറിയാം. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു, പലതരം വാദപ്രതിവാദങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബദലായിട്ടാണോ, എന്താണ് ഇങ്ങനെ ഒരു ബദലായിട്ടൊരു കൗണ്ടർ ആർഗ്യുമെൻ്റായിട്ട് ചെയ്യുന്നതിനേക്കാളുപരിയായിട്ട് നമുക്കൊരു നല്ല അവസരമാണ് കുട്ടികളുടെ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസും കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന, അവരിലേക്ക് നല്ല മെസ്സേജുകൾ എത്തിക്കുന്ന കണ്ടന്റുകൾ നമുക്ക് നൽകാനുള്ളൊരു വേദി കിട്ടി എന്നുള്ളതാണ്. ദൈവം സഹായിച്ചത് ഇന്നും കൂടി നമുക്കുള്ളൂ, അടുത്ത ദിവസങ്ങളിലില്ല. അപ്പോൾ അങ്ങനെ ഒരു വേദി കിട്ടുമ്പോൾ എന്ത് പിള്ളേരെ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യമാണ്, നമ്മൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അത് കുട്ടികളിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല അതിൽ. കാരണം അത് നടന്ന കാര്യമാണ്, അത് സത്യമാണ്, അത് ഒരു റിയൽ സംഭവമാണ്. അപ്പോൾ ഒരു റിയലായിട്ടുള്ള കാര്യം സഭയടക്കം അതിനെ അപലപിച്ചിട്ടുണ്ട്, സഭയടക്കം അതിനെതിരെ വേദനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് മടി കൂടാതെ ഈ കണ്ടന്റ് ഒരിക്കൽ കൂടി പറയുന്നു? ശരിയാണ്, അത് നടന്ന സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. എങ്കിലും നമ്മൾ അന്ന് മനഃപൂർവ്വമാണെന്നാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നത് മണിപ്പൂർ മറക്കരുതെന്നുള്ളതാണ്. ൊക്കെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ എനിക്കും വേണമെങ്കിൽ ഏത് സിനിമയും പ്രദർശിപ്പിക്കാമല്ലോ. അത് ഏതെങ്കിലും കേരള സ്റ്റോറി വേണ്ട എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ല കൊടുക്കേണ്ട എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ മറ്റൊരു കണ്ടന്റ് കൊടുത്തത്. ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ കേരള സ്റ്റോറി ഇങ്ങനെ? അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടായ ഒരു ഘട്ടമുണ്ടല്ലോ ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ ഇതിന് ചെറുത്തുനിൽപ്പുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കൊടുത്ത കണ്ടന്റുകൾ, അവതരിപ്പിച്ച കണക്കുകളിലൊക്കെ പെരുപ്പിക്കലുകൾ ഉണ്ടായിട്ടുള്ള വാദങ്ങളും അന്നും ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഇലക്ഷൻ സമയത്തും അതോടെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായി വരുന്നൊരു സിനിമയല്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള കൺസേൺ കൊണ്ടായിരിക്കും ഇടുക്കി രൂപത അത് ചെയ്തത്. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു പിതൃസഹജമായ സ്നേഹം കൊണ്ടായിരിക്കും അവരത് ചെയ്തത്. പക്ഷെ അവരെടുത്ത മെറ്റീരിയൽ മാത്രം അത്ര കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ അവരെ ചെറുക്കാൻ പോകുന്നില്ല, അവരെ എതിർക്കാനും പോകുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുക എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതൊരിക്കലും കേരള സ്റ്റോറി ആയിരിക്കരുതെന്നുള്ളതുകൊണ്ട്, മണിപ്പൂർ സ്റ്റോറി ആയതിൽ തെറ്റുമില്ല എന്നുള്ളതുകൊണ്ട്. ഗോപി, ഇത് തന്നെയാണ് വികാരി അച്ഛൻ പറയുന്നത്. അതായത് കേരള സ്റ്റോറി ചിലപ്പോഴൊക്കെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി വന്നൊരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംവിധാനമല്ല കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. മറിച്ച് മണിപ്പൂർ പോലെ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട്. അത് സഭ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ബൈബിൾ ക്ലാസിൻ്റെ ഭാഗമായി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതെന്നാണ് വികാരി അച്ഛൻ പറയുന്നത്. ഗോപി, ശരി. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.